അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? എ. ഫെബ്രുവരി 13, ബി. ജൂലൈ 4, സി. മാർച്ച് 8. ആൻസർ സി. മാർച്ച് 8. ബ്രെഡ് ആൻഡ് റോസസ്, ബ്രെഡ് ആൻഡ് പീസ് എന്നീ മുദ്രാവാക്യങ്ങൾ ചരിത്രത്തിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. വനിതകളുടെ വിദ്യാഭ്യാസം, ബി. വനിതകളുടെ അവകാശം, സി. വനിതകളുടെ വിവാഹപ്രായം. ആൻസർ ബി. വനിതകളുടെ അവകാശങ്ങൾ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? എ. 1990 ഓഗസ്റ്റ് 30, ബി. 1992 ജനുവരി 31, സി. 1996 മാർച്ച് 14. ആൻസർ ബി. 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? എ. പി. വി. നരസിംഹറാവു, ബി. അടൽ ബിഹാരി വാജ്പേയി, സി. ചന്ദ്രശേഖർ. ആൻസർ എ. പി. വി. നരസിംഹറാവു. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങളുണ്ടായിരിക്കും? എ. 5, ബി. 3, സി. 6. ആൻസർ സി. 6. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? എ. 5, ബി. 3, സി. 2. ആൻസർ ബി. 3. അനുവാദമില്ലാതെ തുടർച്ചയായി എത്ര മീറ്റിംഗിൽ പങ്കെടുക്കാതിരുന്നാലാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ഒരംഗത്തിന് പുറത്താക്കാനാവുന്നത്? എ. 4, ബി. 3, സി. 2. ആൻസർ ബി. 3. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആരാണ്? എ. അലോക് റാവത്ത്, ബി. ജസ്റ്റിസ് JS വർമ്മ, സി. സൂരജ് ഭാൻ. ആൻസർ എ. അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം ഏതാണ്? എ. ലോക് നായക് ഭവൻ, ബി. നിർഭയ ഭവൻ, സി. മാനവ അധികാർ ഭവൻ. ആൻസർ ബി. നിർഭയ ഭവൻ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ്? എ. രാഷ്ട്രമഹിള, ബി. നാരി ശക്തി, സി. മഹിളാ യോജന. ആൻസർ എ. രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു? എ. മോഹിനി ശർമ്മ, ബി. ഗിരിജ വ്യാസ്, സി. ജയന്തി പട്നായിക്. ആൻസർ സി. ജയന്തി പട്നായിക്. തന്നിരിക്കുന്നതിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദം വഹിച്ചിട്ടില്ലാത്തത് ആരാണ്? എ. മമത ശർമ്മ, ബി. ഫാത്തിമ ബീവി, സി. ലളിത കുമാരമംഗലം. ആൻസർ ബി. ഫാത്തിമ ബീവി. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് വനിതാ ശാസ്ത്രീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയത്? എ. 7-ാം പദ്ധതി, ബി. 10-ാം പദ്ധതി, സി. 9-ാം പദ്ധതി. ആൻസർ സി. 9-ാം പദ്ധതി. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമപ്രകാരം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാണ്? എ. 1992 ജനുവരി 31, ബി. 1993 ഫെബ്രുവരി 13, സി. 1996 മാർച്ച് 14. ആൻസർ സി. 1996 മാർച്ച് 14. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? എ. ഇ. കെ. നായനാർ, ബി. എ. കെ. ആന്റണി, സി. സി. അച്യുതമേനോൻ. ആൻസർ ബി. എ. കെ. ആന്റണി. സംസ്ഥാന വനിതാ കമ്മീഷനിൽ അധ്യക്ഷ ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങളുണ്ട്? എ. 3, ബി. 5, സി. 6. ആൻസർ ബി. 5. സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? എ. 3, ബി. 5, സി. 6. ആൻസർ ബി. 5. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു? എ. സുഗതകുമാരി, ബി. ഡി. ശ്രീദേവി, സി. കെ. സി. റോസക്കുട്ടി. ആൻസർ എ. സുഗതകുമാരി. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് 2021 സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ആരായിരുന്നു? എ. പി. സതീദേവി, ബി. MC ജോസഫൈൻ, സി. കെ. സി. റോസക്കുട്ടി. ആൻസർ ബി. MC ജോസഫൈൻ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? എ. സ്ത്രീശക്തി, ബി. മഹിളാശക്തി, സി. നാരീശക്തി. ആൻസർ എ. സ്ത്രീശക്തി. തന്നിരിക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? എ. മനുഷ്യാവകാശ കമ്മീഷൻ, ബി. വിവരാവകാശ കമ്മീഷൻ, സി. വനിതാ കമ്മീഷൻ. ആൻസർ ഇവ മൂന്നും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? എ. 1930,
ബി 181, സി 112. ആൻസർ ബി 181.